ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഗുഡ് വൈബ്സ്. ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇന്നൊരു മോർണിംഗ് റൂട്ടീനാണേ. അപ്പോൾ എൻ്റെ ദിവസം സ്റ്റാർട്ട് ചെയ്യുക ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഒന്ന് വണങ്ങിയിട്ടാട്ടോ. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അവരവർ വിശ്വസിക്കണ ഈശ്വരന്മാരുടെ മുമ്പിൽ ഒന്ന് തൊഴുത് ആ ഒരു ഊർജ്ജം കൊണ്ടായിരിക്കും അന്നത്തെ ദിവസം മുഴുവനും ഓടുക. അപ്പോൾ ഞാൻ ബാൽക്കണിയുടെ ഡോറൊക്കെ ഒന്ന് തുറന്നിടും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ. ഒരു ശുദ്ധവായുവൊക്കെ കയറി അപ്പുറത്തെ ഒരു ജനലുണ്ട്, അതും കൂടി തുറന്നിട്ട് കഴിഞ്ഞാൽ ഒരു എയർ സർക്കുലേഷൻ നന്നായിട്ടുണ്ടാവും. അപ്പോൾ അതും നമുക്ക് വെളിച്ചം കയറുന്നതും കാറ്റ് കയറുന്നതും ഒക്കെ നമുക്കൊരു പോസിറ്റീവ് വൈബ് തരുമല്ലോ. അങ്ങനെ അവിടെ 2-3 ചട്ടികളിലെ ചെടികളുണ്ട്. അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഞാൻ നേരെ അകത്തേക്ക് വരികയാണ്. പിന്നെ കിച്ചണിലേക്ക് കയറി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ ആയിട്ട് പിന്നെ നല്ല തിരക്കായിരിക്കും. ലഞ്ച് കഴിച്ചതിനെ കൊണ്ടുപോകണ്ട, അതുകൊണ്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതി. ഇന്ന് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ആണ് നമ്മുടെ മോർണിംഗ് റൂട്ടീനൊക്കെയാണ്. അപ്പോൾ തുടങ്ങിയാലോ. ചിലപ്പോൾ ഇവിടെ റോഡ് അടുത്തുള്ളതുകൊണ്ട് കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ ഹോണടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നത്. കിച്ചണിലല്ലേ ഡോർ തുറന്നിട്ട് ഇല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല കിച്ചണിൽ. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഇതല്ല കേട്ടോ. ഇന്നുണ്ടാക്കാൻ പോകുന്ന ഗോതമ്പ് ദോശയും ചട്നിയാണ്. ദോശ അല്ലെങ്കിൽ ഇഡ്ഡലിയാണ് നേരത്തെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. മാവ് ഇരിപ്പുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് ഉണ്ടാക്കാൻ പറ്റിയില്ല. ഞാൻ കാരണം പിന്നെ പറയാം കേട്ടോ. അങ്ങനെ 3/4 കപ്പ് മാവ് ഞാൻ ഇട്ടിട്ടുണ്ട് പാത്രത്തിലേക്ക്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും മിക്സ് ചെയ്തിട്ട് മാവാക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലത്തെ ക്ലിപ്പ് വാങ്ങിച്ച് വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ കവറൊക്കെ തുറന്ന് നമ്മൾ എടുത്തു കഴിയുമ്പം ഒരു ടിന്നിലേക്ക് ഇട്ടില്ലെങ്കിലും ഇങ്ങനെ തന്നെ എയർ ടൈറ്റ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ മിക്കവർക്കും അറിയാൻ പറ്റും. എന്നാലും ഇത് അറിയാം, പക്ഷേ ഇതുവരെ വാങ്ങി ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നമുക്ക് പല വലിപ്പത്തിൽ ഈ ക്ലിപ്പ് കിട്ടും. അപ്പോൾ ചെറിയ ആവശ്യങ്ങൾക്ക് അത്, കുറച്ച് വലിയ കവറൊക്കെ ആണെങ്കിൽ അതുപോലെ നീളത്തിലുള്ളത് കിട്ടും. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. പിന്നെ നമ്മൾ മാവ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ മിക്സ് ചെയ്യാം കേട്ടോ. ഒരുപാട് ലൂസായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഈ ഗോതമ്പ് ദോശ കുറേ ആൾക്കാർക്ക് ഇഷ്ടമല്ല, പക്ഷെ അങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കാൻ മാത്രം ഗോതമ്പ് ദോശയ്ക്ക് അങ്ങനെ വലിയ അരുചിയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതിൽ അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. പെട്ടെന്ന് ഉണ്ടാക്കാം, പിന്നെ എല്ലാ കറികളുടെ ഒപ്പം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവം കേട്ടോ ഗോതമ്പ് ദോശ. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ ഒരിത്തിരി നെയ്യ് ഒന്ന് തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റും കൂടും, കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഇഷ്ടപ്പെടും. ഗോതമ്പ് ദോശ ഇഷ്ടമുള്ള പിള്ളേർക്ക് ഇഷ്ടപ്പെടും. ഇവിടുത്തെ ആൾ പാറുമ്മ ഗോതമ്പ് ദോശ ആദ്യമൊക്കെ കഴിക്കുമായിരുന്നു. ഇപ്പോൾ ഗോതമ്പ് ദോശേനോട് അവൾക്ക് എന്തോ ഒരു ഇഷ്ടക്കേടുണ്ട്. അതായത് പഞ്ചസാര ഇട്ട് ഞാനധികം ഉണ്ടാക്കാറില്ല, ശർക്കര ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട്. അതും ഇഷ്ടമല്ല. പിന്നെ ഈ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ദോശ അതും ഇഷ്ടമല്ല. എന്താ ചെയ്യുക, മറ്റേ ദോശ കഴിക്കും, ഇഡ്ഡലിയൊക്കെ കഴിച്ചോളും. അപ്പോൾ പിന്നെ അതൊക്കെ തന്നെ മാറി മറിച്ചൊക്കെ കൊടുക്കും. പിന്നെ ഇത് ഫ്രിഡ്ജിൽ ഇരുന്നിരുന്ന കേട്ടോ, ഫ്രീസറിൽ വെച്ചിരുന്നതാണ് ഈ തേങ്ങ തിരുമ്മിയത്. അപ്പോൾ ഞാൻ അത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇട്ടതാണ്. അപ്പോൾ ഈ കൊത്തി പോന്നിട്ടുള്ള ഭാഗങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ അതിൽ ആ തേങ്ങയുടെ ഒരു കറുത്ത ഭാഗം ഉണ്ടാവുമല്ലോ. അപ്പോൾ ചട്നിയിൽ അത് കിടന്നു കഴിഞ്ഞാൽ ഒരു മാതിരി ഇരിക്കും, ചട്നി കറുത്തിരിക്കും. അത് കാരണം അതൊക്കെ ഞാനെടുത്ത് മാറ്റി. പിന്നെ ചൂടുവെള്ളം കുറച്ച് അതിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ടൊന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കിട്ടും. അല്ലെങ്കിൽ അരച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞ മാതിരി ഇരിക്കും, പാല് പിരിഞ്ഞ മാതിരി ഇരിക്കും. അപ്പോൾ മിക്കവരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ചെയ്യുക. പിന്നെ ഞാൻ ചായ വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ നമ്മുടെ ദോശ തവയും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. ഇത് കാസ്റ്റേൻ്റെ അല്ല, സാധാരണ ഇരുമ്പിൻ്റെ കേട്ടോ. ഇത് ഷൈച്ചേട്ടൻ നേരത്തെ വാങ്ങിച്ചുകൂടെ ഉപയോഗിച്ചിരുന്നതാണ്. ആൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. ഞാൻ ആദ്യമൊക്കെ അതിൽ ചപ്പാത്തിയും ദോശയും എല്ലാം ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ അപ്പോൾ ചിലപ്പം സാധാരണ ദോശയല്ല, നമ്മൾ മില്ലറ്റൊക്കെ ഉള്ള ദോശ ഉണ്ടാക്കുമ്പോൾ അതിൽ പിടിക്കുന്ന മാതിരി എനിക്ക് തോന്നി. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട് വന്നപ്പം ഞാൻ ഈ ചപ്പാത്തി ഉണ്ടാക്കലങ്ങ് മാറ്റി ദോശ മാത്രമാക്കി. അത് അത്യാവശ്യം നല്ലോണം നമ്മൾ ഉപയോഗം കഴിയുമ്പോൾ ഗ്രീസ് ചെയ്തൊക്കെ വെച്ച് നന്നായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് നോൺ സ്റ്റിക്ക് മാതിരി തന്നെ വിട്ട് കിട്ടും കേട്ടോ. ഇപ്പം ഈ ദോശ തവ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് കറക്റ്റായിട്ട് അത് വിട്ടു പോകുന്നുള്ളൂ. പിന്നെ നല്ല ടേസ്റ്റുമാണ് ഇരുമ്പിൻ്റെ തവയിൽ ഉണ്ടാക്കുമ്പോൾ. നോൺ സ്റ്റിക്ക് ഇവിടെ ഉണ്ട്, നല്ലത് ഒരെണ്ണമുണ്ട്, നല്ലൊരു ബ്രാൻഡിൻ്റെ ഉണ്ട്. അത് കുറച്ച് വലിപ്പമുള്ളതായതുകൊണ്ട് ഞാനതിൽ മസാല ദോശ ഉണ്ടാക്കാനായിട്ട് അതാണ് മിക്കവാറും ഉപയോഗിക്കുക. അപ്പോൾ നല്ല വലിപ്പത്തിൽ കിട്ടുമല്ലോ. അങ്ങനെ ഷൈച്ചേട്ടൻ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ചായ ആയിട്ടുണ്ട്, അത് കൊടുക്കാം. ഞാനും രാവിലെ ഒരു ചായ കുടിക്കും കേട്ടോ.
എനിക്ക് ചായ രാവിലെ ഒരെണ്ണം വേണം. ഭക്ഷണം കഴിക്കുമ്പോൾ ചായ എനിക്ക് നിർബന്ധമൊന്നുമില്ല, ഞാനങ്ങനെ കഴിക്കാറില്ല. ഒരു ചായയിൽ ഒതുക്കുന്നതാണ്, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. ഈ ചായപ്രേമികൾക്ക് ചായ എത്രണ്ണം കിട്ടിയാലും ഭയങ്കര ഇഷ്ടമായിരിക്കും എന്ന് പറയുന്ന മാതിരിയാണ്. അപ്പം ആ ചൂടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടും പിന്നെ ആ ചായ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ മറിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ചായക്ക്. അപ്പം ഞാനൊന്ന് അടിച്ചിട്ടാട്ടോ കൊടുക്കണേ. അപ്പം നമുക്ക് ചായ കൊടുത്തിട്ട് വരാം. ഈ ചായ നമുക്ക് ആദ്യമേ തന്നെ എഴുന്നേറ്റ ഉടനെ തന്നെ ചായ കുടിക്കുന്നത് അത്ര നല്ലതല്ല കേട്ടോ. അങ്ങനെ കുടിക്കണ്ട എന്നുള്ള ആൾക്കാർക്ക് കുടിക്കാതിരിക്കുന്നത് തന്നെയാണ് ബെറ്റർ. പിന്നെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ കുറച്ച് വെള്ളമാണ് ആദ്യം കുടിക്കുക. വെള്ളം കുടിച്ച് കുറച്ച് സമയമായില്ല, ഇപ്പോൾ ഇത്രയും സമയമായില്ല, ഇനിയാണ് ഞാൻ ചായ കുടിക്കുക കേട്ടോ. ഷൈചേട്ടൻ അങ്ങനെ തന്നെയാണ്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആൾ വെള്ളം കുടിക്കും. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി സമയം കഴിഞ്ഞിട്ടാണ് അതുകൊണ്ട് ഞാൻ ചായ കുടിക്കുക. അപ്പോൾ എഴുന്നേറ്റ് ഉടനെ തന്നെ നല്ല കുറച്ചധികം വെള്ളം കുടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ചെറിയ ചൂടുവെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും ജീരകമോ ഉലുവയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഞാനിപ്പോൾ വെറുതെ വെള്ളമാണ് കേട്ടോ കുടിക്കണേ. ഇടയ്ക്ക് തോന്നുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഇതുപോലെ തിളപ്പിച്ച് ചെറിയ ചൂടോട് കൂടെയൊക്കെ കുടിക്കും. കണ്ടോ, നമ്മുടെ ദോശ നല്ല ഉഗ്രനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നെയ്യ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഗ്രേസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റും ആയിരിക്കും, പ്രത്യേക ഒരു മണവും ഉണ്ടാവും ആ ദോശയ്ക്ക്, ഒരു നെയ്യിൻ്റെയും ഒക്കെ. ഇനിയിപ്പോൾ നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയും കൊണ്ട് ഇതുപോലെ തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് തിരിച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പുരട്ടിയൊക്കെ കൊടുത്തിട്ട് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ഗോതമ്പ് ദോശ കിട്ടും. ഒട്ടും എണ്ണയില്ലാതെ ചെയ്യുമ്പോൾ ഗോതമ്പ് ദോശ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. വെളിച്ചെണ്ണയാണെങ്കിൽ ഒരുപാടൊന്നും ഉപയോഗിക്കേണ്ട, വളരെ കുറച്ച് ഒന്ന് നമ്മൾ സ്പൂണിൽ ഒരു ഇത്തിരി എടുത്തിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ ദോശ ഉണ്ടാക്കട്ടെ. ദോശ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ചട്നിക്ക് അരയ്ക്കാനുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായ കുടിക്കുന്നുണ്ട്. ഇതിപ്പോൾ അവസാനത്തെ ദോശ കേട്ടോ. ദോശ ഉണ്ടാക്കി കഴിഞ്ഞു, അപ്പോൾ ഞാൻ സമാധാനമായിട്ട് നിന്ന് ചായ കുടിക്കുകയാണ്. ഇനി വേണം ചട്നി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഷൈചേട്ടൻ ഇന്ന് 9 മണിയാകുമ്പോൾ തന്നെ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് സമയം എനിക്ക് ഇടയ്ക്ക് പോയിട്ടോ. അപ്പോൾ നമുക്കിവിടെ തറയൊക്കെ ഒന്ന് തുടച്ചു തരാനായിട്ട് ഒരക്ക വരുന്നുണ്ട്. അപ്പോൾ 1-2 ദിവസങ്ങളിലേ വരുള്ളൂ. ഇപ്പോൾ ഇന്ന് അക്ക വന്ന ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്ക വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കുറച്ച് സമയം അങ്ങനെ പോയിട്ടോ. അപ്പോൾ ഞാൻ ഉപയോഗം കഴിഞ്ഞപ്പോൾ നല്ലെണ്ണ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കുവാണേ ചൂടോടുകൂടെ തന്നെ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ചൂടാറി കഴിയുമ്പോൾ ഞാനൊരു പാത്രം ഇട്ട് മൂടി അങ്ങ് വെച്ചേക്കും. ഇനി നമുക്ക് ചട്നിയുടെ പണിയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ നല്ല റൂം ടെമ്പറേച്ചറിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ജാറിലേക്ക് ഇട്ടിട്ട് ഞാൻ സാറിന് ചട്നി ഉണ്ടാക്കുക പുളി അങ്ങനെ ഉപയോഗിക്കില്ല, ഉള്ളി ഇടാറുണ്ട്, ചിലപ്പോൾ ഉള്ളി ഒഴിവാക്കാറുണ്ട്. ഇഞ്ചിയും പച്ചമുളകും മസ്റ്റായിട്ടിടും കേട്ടോ. പിന്നെ മുളക് പൊടിയിട്ടുള്ള ചട്നി ഞാൻ കുറവാണ് ഉണ്ടാക്കുക. പിന്നെ ഈ വെള്ള ചട്നി ഉണ്ടാക്കി ഒരു മടുപ്പ് വന്നുമ്പോൾ മാത്രമാണ് മുളക് പൊടിയിട്ട് ഉണ്ടാക്കുക. അതല്ലെങ്കിൽ വേറൊരു തക്കാളി ചട്നിയുടെ ഞാനൊരു ദിവസം കാണിക്കാം കേട്ടോ, അത് ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പും ഇഞ്ചിയും പച്ചമുളകും കൊച്ചുള്ളിയും ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അങ്ങനെ പേസ്റ്റായിട്ട് അരയ്ക്കില്ല, ഒരു ഇച്ചിരി തരിതരിപ്പായിട്ടാണ് ഞാൻ അരച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ചട്നി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ പണി തീർന്നു. ഞാനിന്ന് ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് ചോദിച്ചത് പറ്റാതിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ കാര്യം വേറൊന്നുമല്ല. ഞാൻ സാധാരണയായിട്ട് മാവ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുന്നത് പിറ്റേ ദിവസത്തേക്കുള്ള ആവശ്യമുള്ള മാവ് അത്രയും മാത്രമേ വയ്ക്കുള്ളൂ. ബാക്കി നേരെ അങ്ങ് ഫ്രിഡ്ജിലേക്ക് വയ്ക്കും പുളിപ്പിക്കാതെ. എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ബാക്കിയുള്ളത് പുറത്ത് വയ്ക്കും. അപ്പോൾ ഒരുപാട് പുളിച്ചു പോവില്ല മാവ്. അപ്പോൾ അത് ഫെർമെൻറ്റ് ചെയ്ത് റെഡിയായി പിറ്റേ ദിവസം രാവിലെ അങ്ങ് നല്ല സൂപ്പറായിട്ടിരിക്കും. ഇതാണ് നമ്മുടെ ചട്നി ഞാൻ കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചട്നി റെഡിയായി. എന്നിട്ട് ഞാൻ ഇന്നലെ രാത്രി ഇത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വയ്ക്കാനായിട്ട് മറന്നുപോയി. രാവിലെ വന്ന് നോക്കിയപ്പോഴാണ് അയ്യോടാ ഞാനത് ചെയ്തില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ പെട്ടെന്ന് എന്താ ഉണ്ടാക്കാന്നുള്ളത് ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഷൈച്ചേൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നാൽ ഗോതമ്പ് ദോശ മതി, പെട്ടെന്നാവുമല്ലോ, ചട്നി ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇന്ന് ചട്നി ഗോതമ്പ് ദോശ ആക്കിയത്. പിന്നെ കുറച്ച് തുണി ഇന്നലെ രാത്രി തന്നെ മെഷീനിൽ കഴുകി ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി വിരിച്ചില്ല, ആ ബക്കറ്റിലെടുത്ത് മാറ്റി വെച്ചിരുന്നു. വിരിക്കാൻ പോവാണ്. നമ്മുടെ അഴയിൽ പൊടി ഉണ്ടാവും ചിലപ്പോൾ. 2 ദിവസം തുണി വിരിച്ചില്ല എന്നുണ്ടെങ്കിൽ പൊടി ഉണ്ടാവും. അപ്പോൾ ഞാൻ അതൊന്ന് ആദ്യം തുടച്ചിട്ട് തുണികളൊക്കെ ഒന്ന് വിരിച്ചിടുക കേട്ടോ.
ഇവിടെ ബാൽക്കണിയിൽ വിരിച്ചിട്ടാലും അത്യാവശ്യം കാറ്റുമുണ്ട്, ഭയങ്കര വെയിലുണ്ടാവില്ല, എന്നാൽ അത്യാവശ്യം കാറ്റുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുണികളൊക്കെ വേഗം ഉണങ്ങി കിട്ടും കേട്ടോ. അധികം സ്ഥലം നമുക്ക് വീടിനോട് ചേർന്നില്ല എന്നുള്ളൂ. ടെറസിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, നല്ല അഴയുണ്ട്, അവിടെ കൊണ്ടുപോയി വിരിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. പിന്നെ നമ്മൾ 2 പേരല്ലേ ഉള്ളൂ, പാറുവിൻ്റെയും ഡ്രസ്സേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെയാണ് എല്ലാം ഇടുക കേട്ടോ. നമ്മുടെ 2 ബാൽക്കണിയിൽ ഇതുപോലെ അഴയുണ്ട്. അത് നമുക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ കുറച്ച് ഹൈറ്റിലാണ് കെട്ടിയിരിക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കവിടെ ഇഷ്ടംപോലെ പെരുമാറാനും പറ്റും. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഷൈചേട്ടൻ പോയി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പാറു എഴുന്നേക്കാറായിട്ടുണ്ട്. അപ്പോൾ പാറു എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവളുടെ പിന്നാലെ ആയിരിക്കും കുറച്ച് നേരം കൊഞ്ചിക്കണം. പിന്നെ അവളിങ്ങനെ കുറച്ച് നേരം അവൾ നമ്മുടെ അടുത്ത് തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ 2 ദോശയും ചട്നിയും കേട്ടോ കഴിക്കണേ. അവൾക്കങ്ങനെ രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ വഴക്കൊന്നുമില്ല കേട്ടോ. രാവിലെ എഴുന്നേറ്റ് അവിടെ കിടന്ന് നമ്മളെ വിളിക്കുകയൊന്നുമില്ല. ആൾ ഡോറ് തുറന്ന് ഇങ്ങനെ ഡോറിൻ്റെ അവിടെ വന്ന് തലയിട്ട് നോക്കും നമ്മളാരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സൗണ്ട് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഓടിച്ചെന്നിട്ട് എടുക്കും ആളെ. അപ്പോൾ ചിരിച്ച് നമ്മളെ കെട്ടിപ്പിടിച്ച് ഇരിക്കും. അതല്ല, നമ്മൾ ആരെ അവിടെ കണ്ടില്ല, മിക്കവാറും ഞാനോ ഷൈചേട്ടനോ അവിടെ തന്നെ ഉണ്ടാവും. ഇനിയിപ്പോൾ 2 പേരും അവിടെ ഇല്ല, കിച്ചണിലോ റൂമിൽ എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അവൾ നേരെ അവിടെ വന്ന് നോക്കും നമ്മുടെ അടുത്തേക്ക് ഓടി വരും. എഴുന്നേറ്റു, ഞങ്ങൾ ബ്രഷ് ചെയ്തു. ബ്രഷ് ചെയ്യാൻ ഭയങ്കര മടിയാ. പിന്നെ ഞാൻ എൻ്റെ വിരൽ വെച്ച് തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കും. ഒരു ഫിംഗർ ബ്രഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതും അവള് വായിൽ തൊടാൻ സമ്മതിക്കില്ല. തന്നെ തോന്നുകയാണെങ്കിൽ ചില ദിവസം ബ്രഷ് ചെയ്യും അല്ലേ പാരു? ഇന്നിപ്പോൾ ഞാൻ വിരൽ വെച്ച് വായൊക്കെ വൃത്തിയാക്കി കൊടുത്തു. അങ്ങനെ വായൊക്കെ കഴുകി, മുഖമൊക്കെ കഴുകി, മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് ഞങ്ങൾ അടുത്ത ആഴ്ച ഹെയർ കട്ട് ചെയ്യാൻ പോവാ അല്ലേ പാരു? ഓരോരോ മുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ പോവാ. ഇപ്പൊ നീളം വെച്ചിട്ടുണ്ട് മുടിക്ക് അല്ലേ പാരുമ്മ? ഇവിടെ കണ്ണിൽ വരെ വന്ന് കിടക്കുക കൊച്ചിന്റെ മുടി അല്ലേടാ? ഒരു ഹായ് പറഞ്ഞേ. ഹലോ. എന്തോ നമുക്ക് പാപ്പ കഴിക്കണ്ടേ? പറഞ്ഞ് അമ്മ ഇഡ്ഡലി വെച്ചിട്ടുണ്ടല്ലോ, കഴിക്കാം നമുക്ക്. കഴിക്കാടാ. പാറുമ്മ എഴുന്നേറ്റ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ഇരിക്കുക കേട്ടോ. അവളെങ്ങനെ ഇരുന്നാണ് എല്ലാ ദിവസവും കഴിക്കുക. നമ്മൾ രാവിലെ വാരി കൊടുക്കുന്നതൊന്നും അവൾക്ക് ഇഷ്ടമല്ല. കുറേ നാളുകളായിട്ട് ഇപ്പം ഇങ്ങനെയാണ്, തന്നെ എടുത്ത് കഴിക്കുള്ളൂ. ചിലപ്പോൾ TV വെച്ച് കൊടുക്കും. ഇപ്പം ഞാൻ എൻ്റെ ഒരു പ്രോഗ്രാം വെച്ചിരിക്കും കേട്ടോ. അവൾക്ക് TV ഒന്നും വെച്ച് കൊടുത്തിട്ടില്ല. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് ഞാനിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അവൾ നോക്കുന്നുണ്ട്. പാറു കഴിക്കുന്ന ഇഡ്ഡലിയാണ്. ഇന്നലെ നമ്മൾ ഇഡ്ഡലിയായിരുന്നു ഉണ്ടാക്കിയത്. അപ്പം മിനി ഇഡ്ഡലി ഉണ്ടാക്കിയത് ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ നാവി കയറ്റി കൊടുത്തു. ആദ്യം ആൾ വേണ്ടെന്നൊക്കെ പറഞ്ഞു, പിന്നെ കഴിക്കുന്നുണ്ട് കേട്ടോ. സാമ്പാറാണ് കക്ഷിക്ക് ഇഷ്ടം. ഇന്നിപ്പോൾ ചട്നി ആയത് കാരണം ഒരു മടിഞ്ഞാണ് കഴിക്കണേ. ചട്നിയിൽ അങ്ങനെ ഡിപ്പ് ചെയ്യണമൊന്നുമില്ല, ഇഡ്ഡലി മാത്രമാണ് കഴിക്കണേ. സാമ്പാറിൽ ശരിക്കും നമ്മൾ കഴിക്കണ പോലെ ഡിപ്പ് ചെയ്ത് കഴിക്കും. ഞാൻ അധികം എരിവിടാണ്ട് കേട്ടോ സാമ്പാർ ഉണ്ടാക്കുക. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങളങ്ങനെ TV ഒക്കെ കണ്ടിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ അവൾക്ക് ഇത്തിരി മുന്തിരി ഇരിപ്പുണ്ടായിരുന്നു കൊടുക്കാനായിട്ട്. അപ്പോൾ അത് എടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 11-11:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പം മുന്തിരിയൊക്കെ എടുത്ത് മുന്തിരി ഭയങ്കര ഇഷ്ടമായി. ഇത് സീഡ്ലെസ്, അത്യാവശ്യം മധുരമുള്ളൊരു മുന്തിരിയാണ്. ഞാൻ കഴുകി റെഡിയാക്കി ഫ്രിഡ്ജിലേക്ക് വയ്ക്കും. മുന്തിരി കഴുകുമ്പോൾ എപ്പോഴും ഞാൻ മഞ്ഞൾപ്പൊടിയും പിന്നെ നല്ല ഉപ്പും ഇട്ടിട്ട് ഒരു അരമണിക്കൂറിൽ കൂടുതൽ ഞാൻ വെച്ചിരിക്കും കേട്ടോ. എന്നിട്ട് 4-5 പ്രാവശ്യം കഴുകിയെടുക്കും, എന്നാലേ അതിൻ്റെ ഒരു ഇത് പോവുള്ളൂ. ചിലപ്പോൾ ഞാൻ കുറച്ച് വിനീഗറൊക്കെ ഒഴിച്ചും കഴുകാറുണ്ട്. എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് നല്ലോണം ഒന്ന് വെള്ളം വാർന്നിട്ട് എടുത്ത് വയ്ക്കുവാണെങ്കിൽ നല്ല സുഖമായിട്ട് ഇരുന്നോളും. നമുക്ക് ഓർക്കുമ്പോൾ ഓടിപ്പോയി എടുത്ത് കഴിക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മുടെ അടുക്കള ഒതുക്കലും പണികളിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ പതിവ് പോലെ തന്നെ പാല് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാല് തിളപ്പിക്കാൻ വെച്ചു. കൂടെ ഞാൻ പാത്രമൊക്കെ കഴുകി ഒതുക്കും കേട്ടോ. അപ്പോൾ രാവിലെ മുതലുള്ള പാത്രം കേട്ടോ ഈ കാണുന്നേ. അങ്ങനെ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഒതുക്കി അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പണിയൊക്കെ തീർന്നു. ഇന്ന് ഉച്ചയ്ക്കലത്തേക്ക് കാര്യമായിട്ട് ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ. ഇന്നലെ ഉണ്ടാക്കിയ കറികളും ചോറും ഒക്കെ ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കിയാൽ മതി. അപ്പം ഞാൻ ചൂടാക്കാനായിട്ടുള്ള അപ്പച്ചെമ്പ് ജസ്റ്റ് ഒന്ന് കഴുകി അവിടെ തന്നെ വെക്കും കേട്ടോ. ഇച്ചിരി കഴിയുമ്പോൾ തന്നെ നമുക്ക് ചോറും
അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചൂടാക്കാനായിട്ട് വേണ്ടി വരുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ തന്നെ വെക്കുവാണേ. നമ്മുടെ ഒരു ദിവസത്തെ അടുക്കളയിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും കുറച്ച് വിശേഷങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ആട്ടോ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ വ്ളോഗൊന്നും അധികം ചെയ്തിട്ടില്ല. ഓരോ ദിവസവും നമ്മൾ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ പഠിക്കുകയാണെന്ന് പറഞ്ഞ പോലെയാണ് ഞാൻ ഓരോ ദിവസം ഓരോന്ന് ചെയ്യുന്നത്. ഇവിടെ ഒരു കിളിയുടെ കരച്ചിൽ കേൾക്കാം കേട്ടോ നിങ്ങൾക്ക്. ഇവിടെ പ്രാവ് കുഞ്ഞുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത്. അത് ഭയങ്കര കരച്ചിലാണ്. അതിൻ്റെ സൗണ്ടാട്ടോ കേൾക്കണേ. അപ്പോൾ എല്ലാവരും എന്താ പറയുക, സപ്പോർട്ട് ചെയ്യും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഓരോ ദിവസവും ഓരോ നല്ല നല്ല വീഡിയോസ് എടുക്കാനുള്ള ശ്രമത്തിലാട്ടോ. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യണമെന്ന് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. കമൻറ്റൊന്നും ഞാനധികം സജഷൻസിൻ്റെ കമൻറ്റൊന്നും കണ്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നിക്കാണും. ചിലപ്പോൾ നന്നായിന്ന് തോന്നും, ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് പോരായ്മയുണ്ടെന്ന് തോന്നും. അതെന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് എനിക്കൊരു പ്രോത്സാഹനമായിരിക്കുള്ളൂ. പിന്നെ നിങ്ങൾക്ക് തോന്നുന്ന ആ പ്രശ്നങ്ങളോ ഇതൊക്കെ മനസ്സിൽ വെച്ചിരുന്നാൽ ഞാൻ അറിയില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്കൊന്ന് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അതുകൊണ്ടാട്ടോ ഞാൻ ചോദിക്കണേ. എന്നെ അറിയാവുന്ന ആൾക്കാരും അറിയില്ലാത്ത ആൾക്കാരും ഒക്കെ വീഡിയോ കാണുമ്പോൾ എന്തൊക്കെയാണ് പോരായ്മ തോന്നുന്നത് ധൈര്യമായിട്ട് എൻ്റെ അടുത്ത് ഷെയർ ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ആ ഇപ്പോൾ ഉള്ള ലെവലിൽ നിന്ന് നമുക്ക് ഒരു പടിയെങ്കിലും മേളിലേക്ക് വരാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നത്. താങ്ക്